ഞങ്ങൾ ഇവിടെ അനിയത്തിൻ്റെ മിനിയുടെ വീട്ടിലാണ്. ഞാൻ മൂത്ത ചേച്ചി, രണ്ടാമത്തെ ഒരാളുണ്ട് മിനി, ഇത് അനിയത്തി, ഇളയ അനിയത്തി. അപ്പം ഈ അനിയത്തിൻ്റെ അനിയനുണ്ടായിരുന്നു. അപ്പം ഇത് ഈ മിനിയുടെ വീട്ടിൽ വരുമ്പോൾ എന്നും സങ്കടം തരുന്ന ഒരു ഓർമ്മ തരുന്ന ഒരു കാര്യം ഇന്ന് കാണിക്കാൻ പോകുന്നത്. എത്ര വർഷം പഴക്കമുണ്ട് നീതി? ഇപ്പം 45 അല്ലേ? 45 വർഷം പഴക്കമുള്ള എൻ്റെ അനിയൻ, ഞങ്ങളുടെ അനിയൻ 5ാം ക്ലാസ്സിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു പെട്ടിയാണിത് കേട്ടോ. അപ്പം ആ പെട്ടി ഇപ്പം ടൂൾസൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. രാജീവ് ഗാന്ധിയും അമിതാഭ് ബച്ചനെ ആയിരുന്നു ഭയങ്കര ഇഷ്ടം. അപ്പം രാജീവ് ഗാന്ധിയുടെ ഫോട്ടോ അവൻ ഒട്ടിച്ചായത്. അപ്പോൾ അത് നമുക്ക് എന്നും ഒരു സങ്കടം തരുന്ന ഓർമ്മയാണ്. ഏറ്റവും ഇളയ അനിയനാണ്. അമ്മ 4 പ്രസവിച്ചത് തന്നെ ഒരു ആൺകുഞ്ഞിന് വേണ്ടിയാണ് 4 പ്രസവിച്ചത്. പക്ഷെ അവനെ നമ്മളെ ദൈവം വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഒരു വല്ലാത്തൊരു സങ്കടം തരുന്ന ഒരു ഓർമ്മ. ഇത് ഉപയോഗിച്ചവരല്ലേ മിക്കവരും ഇത് പെട്ടിയ പണ്ട് മുതലേ പണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുവരുന്ന പെട്ടിയല്ലേ ഇതല്ലേ? ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചവരൊക്കെ ഉണ്ടോ? ഇത് ഉണ്ട്, കാണുമല്ലോ ഒരുപാട് പേര്. ഇതിലെ സ്റ്റീലൊക്കെ ആയിരുന്നു നമ്മൾ അലുമിനിയം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം പക്ഷെ എനിക്കും ഭയങ്കരമായിട്ട് ഇപ്പം ഞാനും കുറേ നാളുകൾക്ക് ശേഷം ഇത് കാണുന്നതിൻ്റെ നമുക്കൊരു നൊസ്റ്റാൾജിയ. അതെ, അതുകൊണ്ട് പിന്നെ അവൻ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഫീലിങ്. അതെ, നമുക്ക് ഇങ്ങനെ മരിച്ചൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റുമായിരുന്നല്ലേ? അങ്ങനെയൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? പിന്നെ ഉറപ്പായും തീർച്ചയായും. പക്ഷെ അങ്ങനെ ഒരു ദൈവം എന്താ അങ്ങനെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനത് അല്ലേ? അങ്ങനെ ഒരു സമാധാനം കാണുമല്ലോ നമുക്ക്. ഇപ്പം നമുക്ക് കാണാനേ പറ്റുമല്ലോ. അല്ലാത്തൊരു ഇതായിട്ട്. ശരി, ഇത് ഉപയോഗിച്ചവരെല്ലാം മിക്കവരും ആ ഒരു ട്രെൻഡ് ഇപ്പോഴല്ലേ? ഇപ്പോഴാണ് മറ്റേ അല്ലാത്ത പുതിയ പുതിയ ബാഗും പുറയിലിടുന്ന ബാഗും ഒക്കെ വന്നത്. അതെ, ശരി. അപ്പം ശരി.